രാവിലെ തന്നെ ഹാപ്പീനെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അറ്റത്ത് പോയിട്ട് എനിക്ക് ചക്ക അടത്തിക്കൊണ്ട് വരണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വാടക വീടെന്നുള്ള ഈ ഒരു ചാനൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവർ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കാനും പിന്നെ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നാടൻ രീതിയിലുള്ള കുക്കിംഗ് ആണെങ്കിലും നമ്മളെ വീട്ടു ജോലി ഇങ്ങനെയുള്ളതൊക്കെ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ കൊണ്ടുവരും. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചക്ക അടത്തി ഇനി തിരിച്ച് വരുമ്പോൾ അവളെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള വഴക്കുറഞ്ഞ് ഇവിടം വരെയൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മക്കൾക്ക് 2 പേർക്ക് പോകണമല്ലോ. അതിൽ ഒരാളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഹാപ്പി മക്കൾ 2 പേരും പോയതിന് ശേഷം വീട്ടിനകത്ത് കയറി വന്ന് ഞാനിങ്ങ് കൊണ്ടുവന്ന് കതകെല്ലാം അടച്ചിട്ടിട്ടുണ്ട്. പിന്നെ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വലിയ പീസ് അങ്ങനെ ഒന്നും കൊടുക്കത്തില്ല. അതും ഒരുപാട് കൊടുക്കത്തൊന്നുമില്ല. ഇടയ്ക്ക് കൊതിക്കും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് അങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ നാട്ടുമാങ്ങ പറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു ജ്യൂസൊക്കെ ഞാൻ അവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. എനിക്കുള്ള വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്സഡ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടു ജോലി എന്ന് പറയുമ്പോൾ അകത്തെന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ പുറത്തെന്തെങ്കിലും ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങും. കൈ ഒഴിവ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന അതിനനുസരിച്ചാണ് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി മറ്റുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഓരോ വീഡിയോ ആയിട്ടൊക്കെ എടുക്കാമെന്ന്. അപ്പോഴേ ഹാപ്പീനെയും കൂടെ വെളിയിലോട്ട് കൊണ്ടുവന്ന് ഇപ്പം നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സമയത്ത് അവിടെ കിടന്ന് ഓടുകയും ചെയ്യും, എനിക്ക് മുറ്റം തൂക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാമല്ലോ. എപ്പോഴും വീട്ടിനകത്ത് തന്നെ നമ്മൾ അടച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ അവക്കത്തി കൈയും കാലൊക്കെ നൂരെ എടുക്കുകയൊക്കെ വേണമല്ലോ. ഇതിനിടയ്ക്ക് ഞാനൊന്ന് വഴക്ക് പറഞ്ഞ് വിരട്ടി അകത്ത് കയറ്റി അവിടെ ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കും എടുക്കുകയൊക്കെ ചെയ്യേ. പിന്നെ മുറ്റം എല്ലാം തൂത്ത് തീർന്ന് വീട്ടിന് ചുറ്റാകെ എല്ലാ സ്ഥലമൊക്കെ തൂത്ത് തീർന്ന് പിന്നെ നമ്മൾ പുറത്തുള്ള അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട്. തീ കത്തിക്കണം. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടെയൊക്കെ കഴിയട്ടെ. ഈ ഒരു സൈഡൊക്കെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മഴയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നല്ല പുല്ലൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു സൈഡൊന്നും നമുക്ക് തൂക്കാൻ അങ്ങനെ ഒന്നും പറ്റത്തൊന്നുമില്ല, നല്ല കാടായിരിക്കും. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ എടുപ്പത് പണി ഈ ഒരു സൈഡിലുണ്ടായിരുന്നു. ചക്ക പഴുത്ത് വീണ് ചക്കക്കുരു ഇതെല്ലാം കൂടെ ആയിട്ട് കൂഴച്ചക്ക ഉണ്ടല്ലോ, അത് ഭയങ്കര സ്മെല്ലാണല്ലോ. അങ്ങനെ അത് ശരിക്ക് വീണ് കിടന്ന് അവിടെ കംപ്ലീറ്റ് അങ്ങ് വൃത്തിയാക്കി. അപ്പോൾ എന്തായാലും നമ്മളെ മുറ്റമൊക്കെ ഫ്രണ്ട് ഭാഗവും നമ്മളെ വീട്ടിൻ്റെ സൈഡുകൾ എല്ലാ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി. കഴിഞ്ഞതിനാണെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് പച്ചക്കറി നട്ട് ആദ്യം നമ്മൾ അതിൻ്റെ വീഡിയോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം തോനെയായി. പിന്നെ ഇപ്പോഴും നടാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെട്ടാൻ വയ്യാത്തതിനെ കൊണ്ടാണ് നമ്മളിപ്പോൾ നടാതിരുന്നത്. അപ്പോൾ എന്തായാലും മുറ്റമൊക്കെ തൂത്ത് തീർന്നതിന് ശേഷം പാല് വണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ വന്ന് പാലുമൊക്കെ മേടിച്ച് പപ്പിക്ക് പാല് കൊടുക്കണമല്ലോ. ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുറുക്കലൊക്കെ കാച്ചി എടുക്കുമ്പോഴത്തേക്ക് കൊടുക്കണം. അങ്ങനെ എന്തായാലും 2 പേർ പാലും മേടിച്ച് ഇനിയിപ്പോൾ ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ വീട് കാണാനായിട്ടൊക്കെ പറ്റും. കുറേ മരങ്ങളാണ്. പിന്നെ ചക്ക അടക്കം രാവിലെ ഇതാ ഇതിൽ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഒരു ചക്ക അടത്തിക്കൊണ്ട് പോയത്. പിന്നെ നമ്മളെ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ചെമ്പരത്തിപ്പൂവ് നല്ല കളറാണ്. പിന്നെ ഇപ്പോഴീ ഒരു പാലും വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നപ്പം നമ്മളെ ചെമ്പരത്തിപ്പൂവും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പാലും കൊണ്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ എനിക്ക് അരി ഇട്ട് കൊടുക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ച് കിടക്കുന്നുണ്ട്. രാവിലെ തന്നെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരടുപ്പല്ലേ ഉള്ളൂ. ഈ ഒരടുപ്പിൽ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് തീ പിടിച്ച് കിട്ടാൻ പാടാണ്. പിന്നെ അടുപ്പ് നന്നായിട്ട് ചൂടായി പഴുത്ത് കിട്ടിയാൽ പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. ആദ്യ സമയത്തൊന്നും എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാൻ ഭയങ്കര പാട്, നല്ല തണുപ്പായി കിടന്ന കത്തി കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ എപ്പോൾ വേവിക്കും എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് ഒരാളിവിടെ കാത്ത് നിൽപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഗ്യാസ് കുറ്റിയും കെട്ടിപ്പിടിച്ച് ഗ്യാസ് കുറ്റിയുടെ മൂട്ടിൽ ഇങ്ങനെ കിടക്കും. ഞാൻ അടുക്കളയിലാണല്ലോ, അവൾക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ചക്ക വെട്ടുന്ന സമയത്ത് സാധാരണ ആടൊക്കെ ആണല്ലോ ഭയങ്കര വെപ്രാളവും സഞ്ചാരമൊക്കെ കാണിക്കണം. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മളെ പപ്പിയാണെന്നുണ്ടെങ്കിൽ ചക്ക മുറിക്കുന്ന സമയത്ത് പതുക്കെ നിരങ്ങി എൻ്റെ അടുത്തോട്ട് വരെയാണ്. ഇതിനകത്തിരിക്കുന്നത് അവൾക്ക് വേണം. ചക്കയാണെന്നും അത് മുറിച്ച് കഴിഞ്ഞാൽ അത് അവൾക്ക് കഴിക്കാനുള്ളതാണെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇതിന് മുന്നേ അവൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കയും പിന്നെ പഴുത്ത മാങ്ങ, ഇത് വെള്ളരിക്ക, ക്യാരറ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെപ്രാളം കാണിക്കുന്നത്. അങ്ങനെ വഴക്ക് പറഞ്ഞങ്ങോട്ട് മാറ്റിയൊക്കെ നിർത്തി കറ കളഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് ഒരു ലേശം പീസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പകുതി അപ്പുറത്തും കൊടുത്ത് പകുതി ഞാനും എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ പകുതി ഭാഗം ഒട്ടും കൊള്ളത്തില്ല. അപ്പോൾ കുറച്ചെങ്ങനെയും കട്ട് ചെയ്ത് കളയണം. മണ്ണിൽ പൊതഞ്ഞിരുന്ന ചക്കയാണ് ഇങ്ങ് വെട്ടിക്കൊണ്ട് വന്ന് തറയിലിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചള്ളായി പോകുമല്ലോ. അങ്ങനെ അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ വെളിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് പോരാഞ്ഞിട്ട് വീട്ടിനകത്ത് കയറി വന്നിട്ട് കാണിക്കുന്ന വേലകളാണ് ഈ ഒരു ചക്കയ്ക്ക് വേണ്ടിയിട്ട്. ചക്ക ഇതുപോലെ ഒരു കൊതിച്ചി പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും. സാധാരണ കൊച്ചു മക്കളൊക്കെ ആണല്ലോ ചോദിച്ച് മേടിക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ചാണ് കേട്ടോ.
പിന്നെ എൻ്റെ കാലിൻ്റെ അടുത്ത് നിന്നിട്ടും ഭയങ്കര ബഹളം കാണിക്കുകയാണ്. ഗ്യാസ് കുറ്റിയിലേക്ക് കയറി പിടിച്ചും കൊണ്ട് നിൽക്കുവാണ് ചക്കയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ കണ്ടില്ലേ, ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഗ്യാസ് കുറ്റിയിൽ 2 കൈയും എടുത്ത് വെച്ചും കൊണ്ട് അങ്ങനെ നിൽക്കും. പിന്നെ ഇതുവഴിയാണ് നമ്മളെ തത്തയ്ക്ക് ഇവിടെ കിടന്ന മീനുവിന് നമ്മൾ ഫുഡ് കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പാത്രത്തിൽ കൊടുക്കാനുള്ളത് ഇപ്പുറത്തൂടെ വന്ന് കൊടുക്കും. പിന്നെ അതുവഴി എളുപ്പത്തിന് വേണ്ടിയിട്ടും അവൾ എന്നെ നോക്കിക്കൊണ്ടാണല്ലോ അങ്ങോട്ട് നോക്കിയിരിക്കുകയും വർത്താനം പറയുകയും ചെയ്യുന്നത്. അവൾക്ക് ഞാൻ ഗ്രില്ല് വഴി ചക്കച്ചുളയാണെങ്കിലും പിന്നെ മാങ്ങ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സാധനം എടുക്കുവാണെങ്കിൽ ഇവിടെ വെച്ച് അവൾക്ക് ഗ്രില്ല് വഴി കൊടുക്കും. അവൾ അവിടെ ഇരുന്നും കൊണ്ട് തന്നെ അങ്ങോട്ട് മേടിച്ച് കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അടുത്തത് കണ്ട ചക്ക ഞാൻ വെട്ടിക്കൊണ്ട് നിൽക്കുവാണ്. ഇങ്ങനെ ഒരു കണക്കിന് നിരങ്ങി ഇങ്ങനെ ഒരു വെപ്രാളമാണ് ചക്കയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ചരിച്ച് വെക്കുന്നുണ്ട്. ചോറ് ഇങ്ങനെ ചരിക്കുന്ന സമയത്ത് ഒരു കോട്ടൺ തുണി വെക്കണമെന്ന് എനിക്കൊരു കമൻറ്റ് വന്ന്, അല്ലെന്നുണ്ടെങ്കിൽ കലം തിന്നുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു കോട്ടൺ തുണി വെച്ച് കലം തിന്നുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അറിവും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമുക്ക് അത് ഒരു ഉപകാരമായിട്ടൊക്കെ മാറും. ചിലപ്പോൾ കമൻറ്റ് കാണുന്ന ആരെങ്കിലും ഉണ്ട്, വേറെ ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ അവർക്കും അതൊരു ഉപകാരമായിട്ടൊക്കെ മാറും. പിന്നെ ചക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ച് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ നാളെ എടുക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമല്ലോ. പിന്നെ ചക്ക കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ അകത്തൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കട്ട് ചെയ്യും, പിന്നെ പൊടി എടുക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിലും പണ്ട് മുതലേ ഞാനാണെന്നുണ്ടെങ്കിൽ ചക്ക കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ചക്ക നന്നായിട്ട് കഴുകിയെടുക്കും. ചക്കയ്ക്ക് വേണ്ടിയിട്ട് വെളിയിൽ അവിടെ തറയിലിരുന്ന് ബഹളം കാണിച്ചും കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എവളുള്ളതിനെ കൊണ്ട് എവളടുത്ത് വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ ഭയങ്കര കാര്യവും സംസാരവും അങ്ങനെ ഒരു വീട്ടിനകത്ത് ആളനക്കോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ചക്കയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു വിസിൽ കേട്ടാൽ മതി. ഒരു വിസിൽ കേൾക്കണമെന്ന് തന്നെ ഇല്ല കേട്ടോ, എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മളെ മീൻ തിരിച്ച് വരും, പിന്നെ വിഷമിക്കേണ്ട എടുക്കേണ്ടെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പുറത്ത് താത്ത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തോ പിടിച്ച് ഇങ്ങനെ കൊന്നിട്ടിരിക്കുന്ന ഒരുപാട് ചിറകും തൂവലും ഒക്കെ അവിടെ കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാതി ഉയരങ്ങ് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം ഞങ്ങൾ പൊന്നുപോലെ നോക്കി ഒരാപത്തും ഇല്ലാതെ കൊണ്ട് നടന്ന് നോക്കിയതായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സാധനം പോലും അവൾക്ക് കൊടുക്കാതെ നമ്മൾ കഴിക്കൂല. എന്തെടുക്കുവാണെങ്കിലും അവൾക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെ അവളുടെ അടുത്ത് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹാപ്പിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ. എന്ന് വെച്ചാൽ അവൾ വർത്താനം പറയും, എടുക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ മോളെയാണ് വിളിക്കണം. സുറുമീന്ന് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ ആ പേരെടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുക. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവൾക്കുള്ളതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹാപ്പിനെ തന്നെ ചില സമയത്ത് ഞാൻ വിളിക്കണം മീനു എന്നാണ്. ചിലപ്പോൾ എനിക്കങ്ങ് മാറിപ്പോകും. എന്ന് വെച്ചാൽ അവൾ ആ ഒരു ഓർമ്മയെ അവളുടെ അടുത്ത് എപ്പോഴില്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ടായിരിക്കും അവൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിനകത്ത് എനിക്ക് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവളെ കൂട് ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അതങ്ങനെ ഇരിക്കട്ട് എന്ന് വെച്ചാൽ അവൾ തിരിച്ച് വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ വലിയ ഡോറും തുറന്ന് വെച്ച് ചെറിയ ഡോറ് തുറന്ന് അവൾ തന്നെ സ്വന്തമായിട്ട് ഇറങ്ങും കയറും ചെയ്യുന്ന അവൾക്ക് അതാണല്ലോ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മോളെന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ ആ ഒരു കൂട് അങ്ങെടുത്ത് മാറ്റ്, അതങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് അവളെ കൂടല്ലേ, അവൾക്കുള്ളത് മാത്രമായിട്ടുള്ളതാണല്ലോ. രാത്രിയൊക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയിട്ട് മൂടി കൊടുക്കണം, എങ്കിലേ ഉറങ്ങുള്ളൂ. അവൾക്ക് അവളേതായിട്ടുള്ള കുറേ ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരെണ്ണം നമുക്ക് അങ്ങനെ ഉള്ള ഒരെണ്ണത്തിനെ കിട്ടുമോ ഇല്ലേ ഒന്നും എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ എന്തായാലും അവളെ കൂടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു മതിലിൻ്റെ അങ്ങോട്ടാണ് അങ്ങ് പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ എന്തോ പിടിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ അറിഞ്ഞത്. പിന്നെ ഇങ്ങോട്ടുള്ള ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മക്കൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഞാൻ എടുത്തതാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് നല്ല ബഹളം വയ്ക്കുന്നുണ്ട്. മോള് പിന്നെ കുളിക്കാനും അവളേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങ് കയറി വരണം. ഇനി റെഡിയായി 2 പേരും പോകുന്നത് വരെ ആ 2 ഡോറിൻ്റെ അവിടെ നിൽക്കുക. അതായത് മുറ്റത്ത് ഒരാൾ നിൽപ്പുണ്ട്, ഒരാൾ അകത്ത് നിൽപ്പുണ്ട് കേട്ടോ. അകത്ത് ഒരാൾ മോനാണെന്നുണ്ടെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ 2 പേരും പോകുന്നത് നോക്കാനും 2 പേരെ കയ്യിലും കാലിലൊക്കെ ഇട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 വാതിലിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ ഒരു കണക്കിന് ഇരുന്നും കിടന്നും ഒരു വല്ലാത്ത വെപ്രാളവും സഞ്ചാരമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. കൊച്ചു മക്കൾ കാണിക്കും. ഇപ്പോൾ അവൾ അവിടെ അടുത്തെത്തി അവിടെ നിൽക്കുവാണ്. പിന്നെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ് ഈ കണക്കിന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പിനെ എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ. ഹാപ്പിനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരാളാണ് കൊണ്ടു തന്ന ആളിൻ്റെ പേരെനിക്ക് പറയാൻ കഴിയാത്തതിനെ കൊണ്ടാണ് പേര് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എന്നും നമുക്ക് നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. നമ്മളെ ഇവിടെ വരെ എത്തിച്ചതിൽ, പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു ഹാപ്പിനെ ഇവിടെ കൊണ്ട് തന്നതിൽ ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ട്. അത് നമ്മൾ മരണം വരെ മറക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ വല്ലാത്തൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു മാനസികമായിട്ടുള്ള ടെൻഷനിലും കാര്യങ്ങളിലും പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവളിവിടെ വരാനും
പിന്നെ ഇവൾ എന്നാണ് ജനിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവൾ ജനിക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ്, ഡിസംബർ 25 അന്നാണ് ജനിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹാപ്പിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഹാപ്പിയൊക്കെ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ എന്തായാലും വരും ഇതേ സമയം.